ആദ്യം കേണൽ ഡിന്നി, ദിവസങ്ങൾ പിന്നിടുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എങ്കിലും സമാധാന നീക്കങ്ങൾ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഈ ആക്രമണത്തിൻ്റെ തീവ്രത കുറയുന്നു എന്ന് കണക്കാക്കാനാവില്ല. ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതും ഫോർദോ ആണവ കേന്ദ്രത്തെ തന്നെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ അതിനോട് ചേർന്നുള്ള പാത, റോഡിൽ ഒക്കെ ആണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നതാണ് വിവരം. അപ്പോൾ ആക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നില്ല. ഇറാനാകട്ടെ തിരിച്ചടിക്കുമെന്ന് പറയുക മാത്രമല്ല, അത്തരം സൂചനകൾ നൽകുന്നുണ്ട് താനും. ഇത് എവിടേക്കാണ് ഈ പോക്ക് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ ശ്രീ അഭിലാഷ്, നമ്മൾ നേരത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു കോൺഫ്ലിക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം തൊട്ട് അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളും ഏകദേശം കാപ്പബിലിറ്റി ഉള്ള സൈനികമായിട്ടുള്ള തുല്യ കാപ്പബിലിറ്റി ഉള്ളതാണ്. ചില കാര്യത്തിൽ ഇറാൻ ബെറ്റർ ആണ്, ചില കാര്യത്തിൽ ഇസ്രായേൽ ബെറ്റർ ആണ്. അപ്പം അവരവരുടെ അഡ്വാൻറ്റേജസും അവരവരുടെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്ത് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും അവർക്ക് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും നഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഇന്ന് അവിടുത്തെ ഒരു ഈ എന്താ പറയുക വാർണിംഗ് സിസ്റ്റം ഒരു സ്ഥലത്ത് അത് കറക്റ്റായിട്ട് അവർക്ക് വാർണിംഗ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്നു. അതൊന്നും ഒരിക്കലും മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ ഒരിക്കലും കാണാത്ത കാര്യമാണ്. അതായത് അവർക്ക് അവിടുത്തെ സിറ്റിസൻസിന് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ മുൻപ് തന്നെ ഈ വാർണിംഗ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ബങ്കേഴ്സിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ ഇപ്പം അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫെയിലിയർ കണ്ടു. അപ്പൊ ഇതൊക്കെ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം പ്രഷർ, ആ അയൺ ഡോം ആയാലും ശരി, മറ്റു കാര്യങ്ങളായാലും ശരി, അതിനൊക്കെ ഒരു ഓപ്പറേഷണൽ പ്രഷർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നടക്കും. അപ്പം ഇപ്പൊ നടക്കുന്നത് ഒരു വാർ ഓഫ് അട്രീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അവൈലബിൾ റിസോഴ്സസ് വെച്ച് സ്ട്രൈക്ക് ചെയ്യുക, അതിന് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇസ്രായേൽ വീണ്ടും ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തതിന്റെ ഒരു കാരണം ധാരാളം അനലിസ്റ്റുകൾ പറയുന്നതും ഇറാന്റെ ഭാഗത്തു നിന്ന് ചില റിപ്പോർട്ടുകളും വന്നത്, അതായത് ഈ US ഈ 3 ന്യൂക്ലിയർ സൈറ്റ്സിന് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇറാൻ അവിടുന്ന് അവരുടെ ഈ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാറ്റിയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനകത്ത് 16ഓളം ട്രക്കുകളുടെയൊക്കെ നമ്മൾ ഫോട്ടോസ് കണ്ടിരുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ അങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെ, സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ കണ്ടിരുന്നു. ആൻഡ് ലോജിക്കലി ഓൾസോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അത് അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചേക്കും എന്ന് വളരെ എന്താ പറഞ്ഞ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആർക്ക്. പക്ഷെ അതിനെ മറികടക്കുന്ന വേറൊരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇത്രയും സോളിഡ് ആയിട്ടുള്ള മൊസാദിന്റെ ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്, അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവരെ അറിയാതെ ഇറാന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നും പോലും ഇവർക്ക് അറിയാൻ പറ്റും എന്നാണ് ഞാനും കരുതുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഇസ്രായേൽ ഇന്നും വീണ്ടും ഈ ന്യൂക്ലിയർ സൈറ്റ്സിന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് വേണ്ട രീതിയിലുള്ള ഒരു ഡീഗ്രഡേഷൻ എത്രയാണ് അവർ എക്സ്പെക്ട് ചെയ്തത് അതിലും കുറച്ചും കൂടെ വേണം എന്നുള്ള രീതിയിലായിരിക്കും. കാരണം നമ്മൾ അവിടെ കേണൽ ഡിന്നി, ഇതിലിപ്പോൾ നമുക്കറിയാമല്ലോ, അതായത് ഈ ഫോർദോ ആണവ നിലയത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അത് ഭൂമിക്കടിയിലാണ്, വലിയ താഴ്ചയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവരുടെ യുദ്ധക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം, ഇടപെടൽ ഉണ്ടാകണമെന്ന് കരുതുകയും ചെയ്തു. അവിടെ ഒരുപക്ഷെ അമേരിക്ക തന്ത്രപരമായൊരു നിലപാട് സ്വീകരിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ തീരുമാനമെടുക്കും എന്ന തരത്തിൽ മറുപടി നൽകുന്ന അതേ സമയത്ത് തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണല്ലോ അറിയുന്നത്. പക്ഷേ അപ്പോഴും ഈ അമേരിക്കയുടെ ഇടപെടലിനുള്ള ഒരു സാധ്യത മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ നീക്കങ്ങൾ നടത്തിയതായി വിലയിരുത്തിക്കൂടെ? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു ഇറാൻ പോലൊരു രാജ്യം ഒരു കോൺഫ്ലിക്റ്റ് ഓൾറെഡി ഉണ്ട്. അവർ ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ തുടങ്ങുമെന്ന് അവർക്കും അറിയായിരുന്നു. അങ്ങനെ US ഏത് നിമിഷം വേണമെങ്കിലും അതിനകത്ത് പങ്കുചേരാമെന്നും അവർക്ക് അറിയായിരിക്കും. അപ്പൊ സാധാരണ രീതിയിൽ അവരുടെ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നോക്കൂ, അമേരിക്ക പോലും അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന്റെ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഫൈറ്റർ ആ എയർബേസിൽ നിന്ന് അവർ മാറ്റിയിരുന്നു. കാരണം അവര് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അറ്റാക്ക് അങ്ങോട്ട് വരരുതെന്ന് വെച്ചിട്ടാണ് അവർ മാറ്റിയത്. അപ്പൊ അതൊരു നോർമൽ പ്രൊസീജിയർ ആണ്. ആ രീതിയിലേക്ക് ചിലപ്പം ഇറാൻ അവരുടെ ഈ ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള ഏത് ഫോമിലാണോ എത്രമാത്രം ഉണ്ട് എന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർക്ക് ഏതെങ്കിലും കാര്യം
അവർക്ക് സേഫ് ഗാർഡായിട്ട് വെക്കണം എന്നുള്ള കാര്യങ്ങൾ അത് മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. അത് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം അപ്പൊ ഒരു ചോദ്യം ഡെഫിനറ്റ്ലി വരും, US എന്താണ് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്? US സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചറും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണിയുന്ന കാര്യമല്ല, അതിനും വർഷങ്ങളെടുക്കും. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡാമേജ് ചെയ്ത് ആ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് അത്. അങ്ങ് പറഞ്ഞ പോലെ ആ B2 ബോംബേഴ്സ് വെച്ച് GBU-57 എന്ന് പറയുന്ന ബങ്കർ ബേസ്റ്റിംഗ് ബോംബ്സ് വെച്ച് മാത്രമേ അത് തകർക്കാൻ പറ്റൂ. പക്ഷെ അവിടെയും ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒബ്ലിനേറ്റഡ്, അതായത് നശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീടുള്ള സൈനികമായിട്ടുള്ള ഓഫീസേഴ്സ് വന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടുത്തെ ഡാമേജ് അസസ്മെന്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എത്രമാത്രം ഡാമേജ് നടന്നു അല്ലെങ്കിൽ എത്രമാത്രം ഡീഗ്രഡേഷൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് അത്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ ഡാമേജസ് ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതാക്കിയോ അല്ലെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാദം, അവരുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ് ഇറാനിന് ന്യൂക്ലിയർ കാപ്പബിലിറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ഇല്ലാതാക്കണമെങ്കിൽ അത് എത്രമാത്രം ലെവൽ വരെ പോയാൽ മാത്രമേ അവർ വിചാരിക്കുന്നിടത്തുള്ള ഒരു ഇല്ലാതാക്കൽ ആവൂ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഫസ്റ്റ് ചോദ്യത്തിന് ഈ സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. യെസ്, ഇതോടൊപ്പം തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിലെ താവളം ആക്രമിച്ചു, അതായത് അമേരിക്കയുടെ എന്ന മട്ടിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് ആ മാധ്യമങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊന്നും അത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നില്ല. അത് ആക്ച്വലി അൺകൺഫേംഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് കൺഫേം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറഞ്ഞ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുക എനിക്ക് തോന്നുന്നു ശരിയായിരിക്കത്തില്ല. കാരണം ധാരാളം ന്യൂസുകൾ അവിടുന്ന് ഇറാന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് ഭാഗത്തുനിന്നും പല പല ന്യൂസുകൾ അതിനെ ഒന്ന് കുറച്ചുകൂടെ എന്താ പറയുക വെരിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇപ്പം സിറിയ പോലുള്ള ഒരു കൺട്രിയിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അതിന് എന്ത് ബെനിഫിറ്റ് ആണെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. അതേസമയം ഈ ഹോർമൂസ് സ്ട്രേറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നും നമ്മൾ അറിഞ്ഞു. പക്ഷെ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ഒരു സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഒരു പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതിനകത്ത് സിറിയയുടെ എന്താണ് അതിന്റെ ഒരു ആംഗിൾ എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അനാലിസിസിന്റെ ആവശ്യമുണ്ട്. യെസ്, ഒപ്പം ഇത്തരത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഏറ്റവും ഒടുവിൽ റഷ്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല, അവിടുത്തെ ജനതയെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റ് രാജ്യങ്ങളുടെ വലിയ പിന്തുണയൊന്നും ഇറാന് ലഭിക്കുന്നില്ല. ഏതാണ്ട് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുമ്പോഴും ഇറാൻ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ആക്രമിച്ചുകൊള്ളു, പക്ഷേ അതിൽ അവസാനം ഫലം നിർണ്ണയിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഖമേനി നൽകുന്നത്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങളൊന്നും കാര്യമായി ഇറാനെ ദുർബലപ്പെടുത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷെ അഭിലാഷത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ കണ്ടു. ഇറാനിയൻ പോപ്പുലേഷൻ അവിടെ കുറച്ച് പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് US-ന്റെ ഈ സ്ട്രൈക്കിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇറാനിയൻ പെർഷ്യൻ കൾച്ചർ ഉള്ള ഒരു ജനതയാണ്. അവർക്ക് അവരുടെ വലിയ ഐഡന്റിറ്റിയെ വളരെ അഭിമാനത്തോടെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു രാജ്യം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരും. അപ്പം ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകൂടത്തിന് ഈ ഒരു പബ്ലിക് ഔട്ട്ക്രൈ അല്ലെങ്കിൽ പബ്ലിക് ഫീലിംഗിനെ ഏത് രീതിയിലാണ് അവർ അതിനെ മാനേജ് ചെയ്യുന്നത്? കാരണം അത് മാനേജ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്നത് പ്രശ്നമാവും. അപ്പം തീർച്ചയായിട്ടും ഇറാന്റെ ഇപ്പോഴത്തെ റെജീമിന് എന്തെങ്കിലും ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അത് സിംബോളിക് ആയിട്ടുള്ള കാര്യമാവാം, അത് ചെയ്തേ തീരൂ. അവിടാണ് 2020 ഖാസിം സുലൈമാനിയെ ഇതേ ഡൊണാൾഡ് ട്രംപിന്റെ ഇൻസ്ട്രക്ഷൻസിൽ US വധിച്ചപ്പം ഇറാൻ അന്ന് ഇറാഖിലെ ചില എയർഫോഴ്സ് ബേസസ്, അതായത് US-ന്റെ എയർഫോഴ്സ് ബേസസിൽ സ്ട്രൈക്ക് ചെയ്തത്. പക്ഷെ ആ സ്ട്രൈക്ക് ചെയ്തതിന് മുമ്പ് ഇറാൻ ഇറാഖിന്റെ അടുത്തും US-ന്റെ അടുത്തും പറഞ്ഞിരുന്നു ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നെന്ന്. അതുകൊണ്ട് US-ന്റെ അവിടുത്തെ ട്രൂപ്സിനെയും അവിടുത്തെ അസറ്റ്സിനെയൊക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ കാഷ്വാലിറ്റി US-ന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പക്ഷെ ഇറാൻ അവരുടെ ജനതയ്ക്ക് മുന്നിൽ അവർ പറഞ്ഞു, നോക്കൂ ഞങ്ങൾ US-ന്റെ ബേസിനെ സ്ട്രൈക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് US ഫർദർ സാങ്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് ആക്കി. അങ്ങനെ ആ ക്രൈസിസ് അങ്ങ് ഇല്ലാതായി. അപ്പൊ എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ എന്തെങ്കിലും ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത.
അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു പ്രോക്സീനെ ഉപയോഗിച്ച് ഏതെങ്കിലും അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ബേസിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാനുള്ള കാപ്പബിലിറ്റി ഇന്നത്തെ ഇറാനില്ല. യെസ്, വേണുഗോപാൽ സാർ, ഇവിടെ